Good afternoon. Good afternoon. Good afternoon, children. Okay, Good afternoon, miss. How are you? We are fine. What about you? I'm fine. I'm fine. What about you? I'm fine. I am fine. What about you? ഓരോരുത്തർ ചോദിക്കണ്ട, എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ് ഐ ആം ഫൈൻ. ഓക്കെ, then did you write question answer in your notebook? Yes or no? Yes. Okay. Yes. Did you study question answers? Yes. പഠിച്ചോ എല്ലാവരും? പഠിച്ചായിരുന്നോ? ആൻസേഴ്സ് എല്ലാം പഠിച്ചോ? Yes. ക്വസ്റ്റ്യൻ ചോദിക്കണോ ഇന്ന്? ചോദിച്ചാൽ പറയുവോ? ചോദിച്ചാ പറയുവോ? ആരും ആൻസർ പറയുന്നില്ലല്ലോ. എന്താ പറയാത്ത? പഠിച്ചില്ലല്ലേ? ക്രിസ്റ്റി ലിബിൻ, ഒന്ന് നേരെ ഇരിക്കുമോ മോനെ? ഞാൻ എന്നും നിന്നെ കണ്ടിട്ടുള്ളത് അങ്ങനെ കിടക്കുന്നതാ. വെരി ഗുഡ്. എന്നും ഞാൻ കാണുന്നത് മോൻ അങ്ങനെ കിടക്കുന്നതാണേ. അങ്ങനെ കിടക്കരുത്, നേരെ ഇരിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ചാറ്റ് ബോക്സിൽ പ്രസന്റ് ഇടണം. ഓക്കെ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്റെ ക്ലാസ്സില്, അതായത് എന്റെ സോഷ്യൽ ക്ലാസ്സില് കഴിഞ്ഞ ജൂൺ മാസം മൊത്തം നന്നായിട്ട് പെർഫോം ചെയ്തും വർക്കുകളെല്ലാം കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറഞ്ഞതും എല്ലാം ആയിട്ടുള്ള ഒരാളെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ. ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമ്മൾക്ക്? ആണോ? ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതാരാന്ന് പറയട്ടെ? ജുവൽ മരിയ. ജുവൽ മരിയ, ജുവൽ മരിയ ജോമോൻ ആണ് ജൂൺ മാസത്തിലെ ബെസ്റ്റ് പെർഫോമർ. ഓക്കെ, നമുക്ക് ജുവലിന് ഒരു നല്ല ക്ലാപ്പ് കൊടുത്താലോ? ഓക്കെ, ക്ലാപ്പ്. ജുവലാണ് എന്റെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ. ഇനി അടുത്ത മാസങ്ങളിൽ നിങ്ങൾക്കായിരിക്കും. അപ്പൊ ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, ആൻസർ എല്ലാം പറയുക, വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവരെ നോക്കി ഞാൻ സമ്മാനം തരും. ഓക്കെ. ജുവൽ, ഈ ഗിഫ്റ്റ് ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, എപ്പോഴാണെങ്കിലും വന്ന് മേടിക്കാം. ഓക്കെ. ജുവലിനുള്ള സ്കൂളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പുളിങ്ങത്തേക്ക് വരുമ്പോ പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുതരും. ഓക്കെ. അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കണം ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് പഠിക്കാനല്ലേ. അതുകൊണ്ട് ഇന്ന് മുതൽ ജൂലൈ മാസം തുടങ്ങിയാണ് എന്റെ ക്ലാസ്സുകളിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പൊ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട്, ആരൊക്കെയാണ് വർക്ക് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, വർക്ക് എല്ലാം ശ്രദ്ധിക്കുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് അടുത്ത മാസത്തെ വിന്നർ ആകാൻ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. ഓക്കെ. In last lesson, let us start the lesson. Okay, in last lesson, we studied about the earth, our home. And I given question answers also. You should study that question answers. Okay. Now, we are going to third chapter. I love my India. I love my India. Okay. I love my India.
chapter lesson 3 I love my India. നമ്മുടെ ചാപ്റ്റർ 2ന്റെ ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യണ്ടേ? പഠിക്കണ്ടേ? ടെസ്റ്റ് പേപ്പർ വേണ്ടേ? നല്ല ആരൊക്കെ പഠിച്ചു എന്നറിയാൻ. ഇപ്പൊ ഞാന് നാളെ ഒരു ദിവസം പറയാം കേട്ടോ. ഞാൻ മെസ്സേജ് ഇടാം, വാട്സപ്പില് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഇപ്പോൾ നിങ്ങൾ റെഡി ആയിട്ട് എക്സാം ക്വസ്റ്റ്യനും ഇടാം. നിങ്ങൾ റെഡി ആയിട്ട് എഴുതുക. ഓക്കെ. ലെസൺ 3 I love my India. I love my India. Do you love your country? Do you love your country? Yes or no? Yes. Okay. Yes. Do you love your country? Yes. What is your country name? Do you know? Number India. Yes, India. India. Okay. India. I love my country. Read. Get started. Page number. നിങ്ങളുടെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞ മക്കളെ, കാരണം എന്റെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുവേ. നിങ്ങളെയൊക്കെ സ്വരം കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആരെയും അൺമ്യൂട്ട് ചെയ്യാതെ സംസാരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയാൻ വേണ്ടിയാണ് കേട്ടോ. Okay, read the question, pick the correct answers. Read the question, pick the correct answers. Which festival is also called the Festival of Lights? Festival of Lights. Diwali. Diwalikana നമ്മള് തിരിയൊക്കെ കത്തിക്കുന്നല്ലേ? വീട്ടിലെല്ലാം തിരികളൊക്കെ കത്തിച്ചു വെച്ച് ദീപമൊക്കെ തെളിയിക്കും അല്ലെ? Diwali. That festival is called, Diwali is the festival of lights. Next. When do we celebrate Republic Day? 26 January. Okay. 26 January. August 15th. എന്താ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നേ അറിയാമോ? Independence Day. Okay. When do we celebrate Republic Day? 26. ആരുടെ പിറന്നാൾ? അൻഷി രതീഷിന്റെ പിറന്നാളാ? ഓക്കെ. ഓക്കെ. ഓഗസ്റ്റ് 15 അല്ലേ? നമുക്കെല്ലാം കൂടെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയും അൻഷിയുടെ ബർത്ത്ഡേയും കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്. Which of these is one of the famous monuments in Agra? Agra, Taj Mahal. Taj Mahal. Okay, let us see the textbook. In lesson 2, you will learn that there are 7 continents. What are they? There are 7 continents. What are they? ഏതൊക്കെയാണ് continents? Asia, Asia, Africa, Europe, Antarctica. Very good. Okay. Then we studied in second lesson. There are 7 continents. India lies in Asia. India ഏത് കോണ്ടിനെന്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഏഷ്യ. ഏഷ്യൻ കോണ്ടിനെന്റ്. Okay. India is a very big country. എല്ലാവരും മ്യൂട്ട് ചെയ്യണോ? ഒച്ചയെടുക്കരുത്. India is a very big country. It is the 7th largest in the world and the 2nd most populated after China. India എല്ലാവരെയും മ്യൂട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത് അല്ലേ?
നിങ്ങൾ അന്നേരം ഒച്ച എടുക്കുമല്ലേ? Okay. India is a very big country. It is the 7th largest country in the world. India is the 7th largest country in the world and second most populated after China. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈനയാണ്. അത് കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യയാണ്. India is the second most populated after China. It has a population of more than 120 crore. Okay. Then India, it has a population of more than 120 crore. In India, people speak many languages. ഇന്ത്യയിൽ എല്ലാവരും ഒരേ ലാംഗ്വേജ് ആണോ സംസാരിക്കുന്നത്? അല്ല. കേരളത്തില് മലയാളം അല്ലേ? തമിഴ്നാട്ടിലോ? ഞാൻ മ്യൂട്ട് ചെയ്യാം, എല്ലാവരും മ്യൂട്ട് ചെയ്തല്ലേ? തമിഴ്നാട്ടില് തമിഴ്, കർണാടകയില് കന്നഡ, അങ്ങനെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ലാംഗ്വേജസ് ഉണ്ട്. In India, people speak many languages. Then, once again, you listen to me. There are 7 continents. India lies in Asian continent. India is a very big country. It is the 7th largest country in the world and second most populated country. So, in India, people speak many languages. India shares its boundaries with many countries. India's boundaries, അതിർത്തികൾ. Boundaries എന്ന് പറഞ്ഞാൽ അതിർത്തികൾ. India shares its boundaries with many countries. Pakistan, Afghanistan, Nepal, Bhutan, China, Bangladesh and Myanmar. Sri Lanka and Maldives are the nearest neighbors in the Indian Ocean. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത്, പാകിസ്ഥാൻ, പേജ് നമ്പർ 231. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഋഷികേശ്, അഭിലാഷ് അണ്ടർലൈൻ ചെയ്ത മോനെ ആ വേർഡുകളെല്ലാം. ആ കൺട്രീസിന്റെ എല്ലാം പേരുകൾ അണ്ടർലൈൻ ചെയ്യണേ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമർ. These are the countries. Okay, Sri Lanka and Maldives are its nearest neighbors in the Indian Ocean. Okay, India shares its boundaries. Boundaries means അതിർത്തി. നമ്മുടെ അതിർത്തികൾ, ഇന്ത്യയുടെ അതിർത്തിയിലുള്ള കൺട്രീസ് ആണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമർ. Sri Lanka and Maldives are its nearest neighbors in the Indian Ocean. India is surrounded by the Bay of Bengal in the east. ഇന്ത്യയുടെ അതിരുകൾ ഏതൊക്കെയാണ്? കൺട്രീസ് അല്ല, അതിർത്തി പങ്കിടുന്ന കൺട്രീസിനെ കുറിച്ചല്ല, ഇന്ത്യയുടെ അതിർത്തി. India is surrounded by the Bay of Bengal in the east, Arabian Sea in the west, and the Indian Ocean in the south. Look at the map, page number 232. India political map. അതില് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഉണ്ട് അല്ലേ? കണ്ടോ? പാകിസ്ഥാൻ കണ്ടോ എല്ലാവരും? അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ശ്രീലങ്ക. Maldives.
Okay, here India is surrounded by the Bay of Bengal in the east, the Arabian Sea in the west, and the Indian Ocean in the south. India is surrounded by the Bay of Bengal in the east, Arabian Sea in the west, and Indian Ocean in the south. Underline cheyideyadokke. Bay of Bengal in the east. Underline cheyide. Bay of Bengal in the east, the Arabian Sea in the west, Indian Ocean in the south. Look at here, Bay of Bengal, Arabian Sea, and Indian Ocean. Bay of Bengal, Arabian Sea, Indian Ocean. India is divided into smaller parts called states. India ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിനാണ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. Okay. India is divided into smaller parts called states. India is divided into smaller parts called states. It has 28 states. Etra states under? 28. India has 28 states. India has 28 states. In 2019, 2 new union territories, Jammu and Kashmir and Ladakh, were formed. So, see map 3.1 for all the states and their capital. 3.1 there are 2 types of government in our country. Then 28 states. India has 28 states and 9 union territories. Okay. There are 2 types of government in our country. The central government and the state government. There are 2 types of government in our country, the central government and the state government. There are 2 types of government in our country, central government and a state government. State government in under, central government in under. So, നമ്മുടെ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആരാന്ന് അറിയാമോ? സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും കൂടെ ഒച്ചയെടുക്കരുത്. ആരാ? കേരള ചീഫ് മിനിസ്റ്റർ ആരാ? പിണറായി വിജയൻ. ഓക്കെ. മനസ്സിലായി. ഓക്കെ. There are 2 types of government in our country, the central government and the state government. Both work together, central government and state government work together to ensure the safety and welfare of the people. Then the central government and the state government work together to ensure the safety and the welfare of the people. Next page. This is the Rashtrapati Bhavan. It has more than 300 rooms. Rashtrapati Bhavan. Here, Dr. Rajendra Prasad was the first president of India. Who was the first president of India? Who was the first president of India? Dr. Rajendra Prasad. Dr. Rajendra Prasad is the first president, was the first president of India. Dr. Rajendra Prasad was the first
Dr. Rajendra Prasad. President. Okay. Dr. Rajendra Prasad was the first president of India. Now, a picture നോക്കിക്കേ. This is the Rashtrapati Bhavan. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? പ്രസന്റ് പ്രസിഡന്റ്. Who is the president? Ramnath Kovind. ആരാ പറഞ്ഞ? അമന്ന രാജേഷ്. വെരി ഗുഡ്. പ്രസന്റ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ്. RAMNATH. രാംനാഥ് കോവിന്ദ്. KOVIND. കോവിന്ദ്. Okay, present president of India, Ramnath Kovind, and the first president of India, Dr. Rajendra Prasad. Then fact-wise, Rajasthan is the largest state in India. Which is the largest state in India? എന്തോ? ഫാത്തിമ മെഹറിൻ പറഞ്ഞോ. പേജ് നമ്പർ 233. 233. ഫാക്ട് വൈസ് ആണ് ഞാൻ വായിച്ചത്. രാജസ്ഥാൻ ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഗോവ ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് in India? Rajasthan is the largest state in India. Goa is the smallest state. Then the first president of India was Dr. Rajendra Prasad, and the present president of India, Ramnath Kovind. Ramnath Kovind. Okay. Then there are two types of government in our country. There are two types of government in our country, the central government and the state government. Now, first we are going to study about central government. India became independent on 15th August 1947. Underline that 15 August 1947 underline ചെയ്തേ. എല്ലാ ക്രിസ്റ്റി ലിവിൻ ഞാൻ കുറെ പ്രാവശ്യമായി മോനോട് പറയുന്നു നേരെ ഇരിക്കണം എന്ന്. ഫോണൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്തിനാ അങ്ങനെ കിടന്നു നോക്കുന്നത്? നേരെ ഇരുന്ന് അണ്ടർലൈൻ ചെയ്തോ? ഇല്ലല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ. ഓക്കെ. India became independent on 15 August 1947. അതല്ലേ അതാണ് അണ്ടർലൈൻ. 15 August 1947. Independence gave us the right to choose the people who would govern us. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മളെ തന്നെ ഭരിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് കേട്ടോ. ദിസ് ഈസ് ഡൺ ബൈ ഹാവിങ് ആൻ എലക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ഇന്നലെ സ്കൂൾ എലക്ഷൻ സൺഡേ നടത്തിയില്ലേ? സ്കൂൾ എലക്ഷൻ എല്ലാവരും വോട്ട് ചെയ്തായിരുന്നോ? ചെയ്തോ? ഓക്കെ, എല്ലാവരും വോട്ട് ചെയ്തു അല്ലേ? അതായത് എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്? കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാണ് എലക്ട് ചെയ്തത്? ഇപ്പൊ ഹെഡ് ഗേൾ ഹെഡ് ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറിയിൽ നമ്മളെ എലക്ട് ചെയ്തു. എങ്ങനെ എലക്ട് ചെയ്തത്? അവരുടെ പെർഫോമൻസ് നോക്കി, അവരുടെ പെർഫോമൻസ് നോക്കി, പിന്നെ അവരുടെ കഴിവുകൾ നോക്കിയാണ് നമ്മൾ വോട്ട് ചെയ്തത് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും എലക്ഷൻ കണ്ടക്ട് ചെയ്യും അല്ലെ? ഓരോരുത്തരെ തിരഞ്ഞെടുക്കാൻ അവരുടെ കഴിവുകൾ അനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. ഓക്കെ. Then independence gave us the right to choose the people who would govern us. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ ഭരിക്കാൻ അറിവുള്ളവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ.
This is done by having an election. During an election, people cast their vote. Electionil എന്താ നമ്മൾ ചെയ്യുന്നത്? വോട്ട് ചെയ്യും അല്ലേ? People cast their vote and choose some people. എല്ലാവർക്കും നിങ്ങൾ വോട്ട് ചെയ്യുവോ? ഇല്ല. ഏതെങ്കിലും ഒരാൾക്ക് അല്ലേ? നമ്മൾ എലക്ട് ചെയ്യണം. ഒറ്റ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ. Okay. Then during an election, people cast their vote and choose some people. These people then form the government. നമ്മള് എലക്ട് ചെയ്ത അവരെല്ലാവരും കൂടെയാണ് പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. Okay. Only those whose age is 18 years and above can vote. ആർക്കൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്കൂൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിൽ ആരെങ്കിലും വോട്ട് ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ കുട്ടികളല്ലേ? നിങ്ങൾ കുട്ടികളാ. 18 years and above, 18 വയസ്സിന് മുകളിലുള്ളവർക്കേ വോട്ടവകാശമുള്ളൂ. Only those whose age is 18 years and above can vote. ആർക്കാണ് പുതിയ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ളത്? 18 ഇയേഴ്സിന് മുകളിലുള്ളവർക്കാണ് വോട്ടവകാശമുള്ളത്. ഓക്കെ. നമുക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണ്. ടൈം ഫോർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. When do we celebrate Independence Day? When do we celebrate Independence? Okay. When do we celebrate Children's Day? Children's Day. November 14. 14. Okay. Okay. November 14. November 14. And November 14. okay. Kannada. Okay. From this lesson, we understand India lies in Asia. India, Asian continent. Okay. India is a big country and it is the 7th largest country in the world and the 2nd populated country. And India shares its boundary with many countries: Pakistan, Afghanistan, Nepal, Bhutan, China, Bangladesh and Myanmar. Sri Lanka and Maldives are the nearest neighbors in the Indian Ocean. India is surrounded by the Bay of Bengal in the east, the Arabian Sea in the west, and the Indian Ocean in the south. India is divided into smaller parts called states. It has 28 states. India has 28 states and 9 union territories. Then there are 2 types of government in our country: the central government and the state government. There are 2 types of government in our country: the central government and the state government. Both work together and ensure the safety and welfare of the people. Then central government. India became an independent on 15 August 1947. Okay. Then people choose their leaders by election, and only those who age is 18 years and above can vote. Okay. Shall I ask some question to you? Are you ready to say the answer? Are you ready? Okay. How many states are there in India? How many states are there in India? 28. 28. Okay, very good. 28. How many union territories are there in India? How many union territories? ഞാൻ ആൻസർ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. പറയാമോ? How many union territories in India?
പറഞ്ഞ ജുവൽ. യൂണിയൻ ടെറിട്ടറീസ്. പറഞ്ഞോ എന്നാ. There are 28 states and union territories. Miss Natalia. പറഞ്ഞോ ആരാ? അനിഹ മോഹന. Nine. Okay, very good. Aniha Mohan. 9 union territories. There are 2 types of government in our country. What are they? Central government and the state government. Central government and state government. Who was the first president of India? Who was the first president of India? Dr. Rajendra Prasad. Okay. Dr. Rajendra. Who is the present president of India? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? Ramnath Kovind. Okay. Next, which is the largest state in India? Which is the largest? Rajasthan. Okay. Which is the smallest state in India? Goa. അല്ലേ? എല്ലാവരും പഠിച്ചു. നമുക്ക് then who can cast their vote? ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? ഏത് ഏജിന് മുകളിലുള്ളവർക്ക്? Who can cast their vote? 18 years above. 18 years and above. Okay. 18 years and 18 years. 18 years. Bay of Bengal, listen. Bay of Bengal lies in the dash of India. ഏത് സൈഡിലാണ്? Bay of Bengal lies in the dash. Fill in the blanks. Bay of Bengal ഇന്ത്യയുടെ ഏത് സൈഡിലാണുള്ളത്? ആരാ പറഞ്ഞ? ഹന്ന. ഈസ്റ്റ്. Yes. The Arabian Sea is in the dash. West. In the south side. In the south side, which ocean is there? Indian Ocean. Indian Ocean. Okay, okay, very good. എല്ലാവരും നല്ല കുട്ടികളാണ്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നല്ല കുട്ടികൾ. എല്ലാ ആൻസർ ഒക്കെ പറയുന്ന നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും കേട്ടോ. ദർശിക്കാൻ തുടങ്ങിയോ എല്ലാവർക്കും? ദർശിക്കാൻ തുടങ്ങിയോ? ഓക്കെ, ബൈ.